ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ മാക്രോ എക്കണോമിക് പോളിസിയിലുള്ള ആദ്യത്തെ പോളിസി ആയിട്ടുള്ള മോണിറ്ററി പോളിസിനെ കുറിച്ച് പറയാം. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമിക് ഗോൾസ് ഇല്ലേ, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ എക്കണോമിക് ഗോൾസ് ഇല്ലേ, ആ എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റും സെൻട്രൽ ബാങ്ക്, ഗവൺമെന്റിന്റെ അണ്ടറിലാണല്ലോ നമ്മുടെ മെയിൻ, നമ്മുടെ ബാങ്കിന്റെ ഒക്കെ സെൻട്രൽ അതോറിറ്റി ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക്, ഗവൺമെന്റ് ത്രൂ സെൻട്രൽ ബാങ്ക്. ഗവൺമെന്റ് ഡയറക്ട്ലി ചെയ്യുന്ന കാര്യങ്ങളല്ല, ഗവൺമെന്റ് ഡയറക്ട്ലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത് പഠിക്കുന്ന ഫിസിക്കൽ പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് ത്രൂ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം പഠിച്ച ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ എക്കണോമീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എക്കണോമീനെ പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് ത്രൂ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് മോണിറ്ററി പോളിസിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, മോണിറ്ററി പോളിസിയിൽ അവർ മെയിൻലി ട്രൈ ടു കൺട്രോൾ മണി സപ്ലൈ. ഒരു എക്കണോമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനാണ് അവർ ട്രൈ ചെയ്യുക. ദേ ആർ ട്രൈയിങ് ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ആൻ എക്കണോമി. മോണിറ്ററി പോളിസി, മണി സപ്ലൈ, മോണിറ്ററി പോളിസി, മണി സപ്ലൈ. ഒരു എക്കണോമിയിലുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനാണ് ആര് ശ്രമിക്കുന്നത്? മോണിറ്ററി പോളിസിയിൽ ശ്രമിക്കുന്നത്. അവരുടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ, ഒരു എക്കണോമിയിലെ മണി സപ്ലൈ കൂട്ടി എന്ന് പറയുമ്പോൾ എക്കണോമിയിൽ ആൾക്കാരുടെ അടുത്തുള്ള പൈസയുടെ എമൗണ്ട്, മണി സപ്ലൈ ഇന്ത്യൻ എക്കണോമി കൂട്ടി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ അടുത്ത് ഒരുപാട് പൈസയുണ്ട്. എന്താണ്? സ്പെൻഡിങ് കൂടും. സ്പെൻഡിങ് ഓർ കൺസംഷൻ ഇല്ലേ, ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന കൺസംഷൻ കൂടും. അങ്ങനെ എന്ത് ചെയ്യും? കൺസംഷൻ കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, എക്കണോമിയിൽ GDP കൂടും. എക്കണോമിയിൽ ഒരുപാട് സ്പെൻഡിങ് വരാന്ന് പറയുന്നത് ഒരുപാട് വെൽത്ത്, അത്രയും ഡിമാൻഡ് വരുമ്പോൾ അത്രയും എന്താണ്, സാധനങ്ങൾ സപ്ലൈ ചെയ്യും. അതുകൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യും, അതായത് GDP കൂടും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മണി സപ്ലൈ കുറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെൻഡിങ് കുറയും. മണി സപ്ലൈ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെൻഡിങ് കുറയ്ക്കും, GDP കുറയും. അപ്പൊ എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? എക്കണോമിയുടെ GDP കൂട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മണി സപ്ലൈ കൂട്ടും. എക്കണോമിയുടെ GDP കുറയ്ക്കണം എന്നാണെങ്കിൽ എന്ത് ചെയ്യും? മണി സപ്ലൈ കുറയ്ക്കും. അപ്പൊ ആ രീതിയിൽ മണി സപ്ലൈ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് ഗവൺമെന്റ് ത്രൂ, സെൻട്രൽ ബാങ്ക് ത്രൂ ഇന്റർവീൻ ചെയ്യുന്ന പോളിസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പൊ മോണിറ്ററി പോളിസിയിൽ എന്താ ചെയ്യുന്നത്? അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ട്ലി മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റി തിരിച്ചു കൂട്ടിയും കുറച്ചിട്ടും. മെയിൻലി സെറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ്. ഡയറക്ട്ലി അവർ മണി സപ്ലൈ കൂട്ടാൻ കുറയ്ക്കാനും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും ഡയറക്ട്ലി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ താഴെ പറയുന്നുണ്ട്. പിന്നെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. സെൻട്രൽ ബാങ്ക് ആണല്ലോ ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ടും മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടും മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി മോണിറ്ററിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യൂ ഉണ്ട്. മോണിറ്ററിസ്റ്റ് വ്യൂ എന്ന് പറയും. എന്താണ് മോണിറ്ററിസ്റ്റ് വ്യൂ? മോണിറ്ററിസ്റ്റ് വ്യൂ ഇത്രയേ ഉള്ളൂ: എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ മണി സപ്ലൈ ആണ് നല്ലത് എന്ന് പറയുന്ന ആൾക്കാരെയാണ്, എന്ന ഒരു അപ്രോച്ചുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുന്നത്? മോണിറ്ററിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു, മണി സപ്ലൈ മാത്രമല്ല, മണി സപ്ലൈന്റെ ഫിസിക്കൽ, മണി സപ്ലൈ അല്ല, മോണിറ്ററി പോളിസി മാത്രമല്ല, മോണിറ്ററി പോളിസിന്റെ ഫിസിക്കൽ പോളിസി, ഇതൊക്കെ എക്കണോമിനെ കൺട്രോൾ ചെയ്യാനാണ്. മോണിറ്ററിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താ പറയുക? എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ മോണിറ്ററി പോളിസിയാണ് നല്ലത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്, ഒരു വിശ്വാസത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മോണിറ്ററിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മോണിറ്ററി പോളിസിയിൽ മണി സപ്ലൈനെ ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന്, ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് ഒക്കെ ഏതൊക്കെ രീതിയിലാണ് മണി സപ്ലൈനെ ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലെ, സെൻട്രൽ ബാങ്കിന്റെ അണ്ടറിലുള്ള മാർക്കറ്റ്സിൽ എന്തുണ്ട്? ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് ഉണ്ട്.
ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ്. ഈ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര അട്രാക്റ്റീവാണ്. കാരണം ഭയങ്കര റിസ്ക് കുറവാണ്, സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അവരെന്ത് ചെയ്യും, സെൻട്രൽ ബാങ്ക് സെല് ചെയ്യും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല് ചെയ്യും. ഇത് പബ്ലിക്കിലേക്ക് ഒരുപാട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല് ചെയ്യും. അങ്ങനെ സെല് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, ഈ സെക്യൂരിറ്റീസ് ആളുകൾക്ക് കൊടുക്കും, അതിന് പകരം അവരുടെ പൈസയൊക്കെ ഇങ്ങോട്ട് എടുക്കും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല് ചെയ്യുന്ന സമയത്ത് മണി സപ്ലൈ എന്ത് ചെയ്യും, നമ്മൾ സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് സെല് ചെയ്യുമ്പോൾ അവരുടെ ഒരുപാട് പൈസ നിന്നാണ് ഗവൺമെന്റിന്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ മണി സപ്ലൈ കുറയ്ക്കും. മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും ഡയറക്ട്ലി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല് ചെയ്യുക, ബൈ ചെയ്യുന്നത്. ഇനി മണി സപ്ലൈ കൂട്ടണം എന്നുണ്ടെങ്കിലോ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല് ചെയ്താൽ മണി സപ്ലൈ കുറയും. ഇനി മണി സപ്ലൈ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, ബൈ ചെയ്യും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് തിരിച്ച് അവരുടെ അടുത്ത് ബൈ ചെയ്യും. ആ സെക്യൂരിറ്റീസ് ബൈ ചെയ്യുമ്പോൾ തിരിച്ച് അങ്ങോട്ട് ഫണ്ട് കൊടുക്കണം. അപ്പോൾ മണി സപ്ലൈ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പൊ സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല് ചെയ്യുക, ബൈ ചെയ്യുക ചെയ്യുന്നില്ലേ, ഇതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ ബാങ്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല് ചെയ്യുമ്പോൾ എന്താണ്, മണി സപ്ലൈ കോൺട്രാക്ട്സ് കുറയും, ഫണ്ട് ഇങ്ങോട്ട് അബ്സോർബ് ആവും. ഇനി ആ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തിരിച്ച് അവർക്ക് കൊടുത്തത് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് ഫണ്ട് അങ്ങോട്ട് പോകും എന്ന് പറയും. അടുത്തതാണ് റിസർവ് അസറ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. റിസർവ് അസറ്റ് റിക്വയർമെന്റ്, സെൻട്രൽ ബാങ്ക് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല്ലും ബൈയും ചെയ്യാം. പിന്നെ ഒന്നാണ് റിസർവ് അസറ്റ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. റിസർവ് അസറ്റ് റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്ക് ബാങ്കിന് ഒരു മിനിമം ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ബാങ്ക് എന്തായാലും ഇത്ര ഒരു ലിക്വിഡ് അസറ്റ്, അതായത് ക്യാഷ് അല്ല ബാങ്കിന്റെ അടുത്ത് ഉണ്ടാവുക, ആ ഒരു ഇത്ര എമൗണ്ട് ഓഫ് ലിക്വിഡ് അസറ്റ് ബാങ്ക് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന റിസർവ് അസറ്റ് റിക്വയർമെന്റ് പറയും. ഫോർ എക്സാമ്പിൾ 60% എന്തായാലും അവിടെ കീപ്പ് ചെയ്യണം, ബാങ്കിന്റെ ഉള്ളിൽ കീപ്പ് ചെയ്യണം എന്ന് പറയും, എന്ന് റിക്വയർമെന്റ് കൊടുക്കും. അതാണ് റിസർവ് അസറ്റ് ആയിട്ട് എത്ര കീപ്പ് ചെയ്യണം. ബാങ്ക് എന്താ നോർമലി ചെയ്യാം, അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങിക്കും, ഈ പൈസ ലെൻഡ് ചെയ്യും. ബാങ്കിന്റെ അടുത്തേക്ക് വന്ന ഫുൾ പൈസയും പോയിട്ട് ലോൺ കൊടുക്കാൻ പാടില്ല. സെൻട്രൽ ബാങ്ക് ഒരു റിസർവ് അസറ്റ് റിക്വയർമെന്റ് വെച്ചിട്ടുണ്ട്. അതായത് ബാങ്കിന്റെ അടുത്ത് എത്ര പൈസ ഉണ്ടോ ആ പൈസയുടെ ഇത്ര ശതമാനം എന്തായാലും അവിടെ റിസർവ് അസറ്റ് ആയിട്ട് നിൽക്കണം, ബാക്കിയുള്ളത് ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ കുറയ്ക്കണം. എങ്ങനെയാണ് എക്കണോമിയിൽ മണി സപ്ലൈ വരുന്നത്, ഈ ബാങ്കൊക്കെ ആൾക്കാർക്ക് ലെൻഡ് ചെയ്തിട്ടല്ലേ, ലെൻഡ് ചെയ്യുമ്പോഴേ ആൾക്കാർക്ക് പൈസ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ലെൻഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ബാങ്കിന്റെ അടുത്ത് നിന്ന് ലെൻഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് എന്ത് ഫിക്സ് ചെയ്യും, റിസർവ് അസറ്റ് റിക്വയർമെന്റ് നീ ഇത്ര ശതമാനം വെക്കണം. ബിഫോർ എത്രയായിരുന്നു, ഫോർ എക്സാമ്പിൾ ബിഫോർ 40% റിസർവ് അസറ്റ് റിക്വയർമെന്റ്. ഓക്കെ, അപ്പോൾ 40% കീപ്പ് ചെയ്താൽ മതി, ബാക്കി 60% ലെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി ആ റിസർവ് അസറ്റ് റിക്വയർമെന്റ് അങ്ങോട്ട് കൂട്ടിയിട്ട് 60% ആക്കും. അതായത് 60% നീ കീപ്പ് ചെയ്യണം, ബാക്കിയുള്ളതേ ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലെൻഡിങ് കുറയ്ക്കല്ലേ, എബിലിറ്റി ടു ലെൻഡ് ലിമിറ്റ് ചെയ്യണം. അപ്പൊ അതിലൂടെ നമുക്ക് മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി പറ്റും, കൂട്ടാനും പറ്റും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ കൂട്ടാനും പറ്റും. മൂന്നാമതാണ് ഈ റിസർവ് അസറ്റ് റിക്വയർമെന്റ് പോലെ തന്നെയാണ് സ്പെഷ്യൽ ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യണം. സെൻട്രൽ ബാങ്ക് എന്ത് പറയും ബാങ്കിനോട്, നിങ്ങൾ സ്പെഷ്യൽ ഡെപ്പോസിറ്റ്സ് എന്തായാലും കീപ്പ് ചെയ്യണം. കുറച്ച് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്സ് ലെൻഡ് ചെയ്യാതെ വേറെ തന്നെ റിസർവ് അസറ്റ് റിക്വയർമെന്റിന് പുറമെ സ്പെഷ്യൽ ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യണമെന്ന് ചെയ്യണമെന്ന് പറയും. അങ്ങനെ കീപ്പ് ചെയ്താൽ ലെൻഡിങ് കപ്പാസിറ്റി കുറയും, മണി സപ്ലൈ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്താണ് ഡയറക്ട്ലി അങ്ങോട്ട് പറയും. സെൻട്രൽ ബാങ്കുകളോട് പറയും നിങ്ങൾ ഇത്രയേ ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന സ്പെസിഫിക്കലി ലെൻഡിങ് ലിമിറ്റ്സ് അവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. സെൻട്രൽ ബാങ്ക് പറഞ്ഞു കൊടുക്കും, സെറ്റ് ലിമിറ്റ്സ് ഹൗ മച്ച് ബാങ്ക് ക്യാൻ ലെൻഡ്, ബാങ്ക് എത്ര ലെൻഡ് ചെയ്യണം എന്നുള്ളത് ഇവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഡയറക്ട്ലി മണി സപ്ലൈനെ കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, റിസർവ് അസറ്റ് റിക്വയർമെന്റ്, സ്പെഷ്യൽ ഡെപ്പോസിറ്റ്, ഡയറക്ട് കൺട്രോൾ. ഡയറക്ട്ലി എന്ത് ചെയ്യാം, ഇത്ര ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും, മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും. ഇനി അടുത്തത് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് മുഖാന്തരമാണ്. സെൻട്രൽ ബാങ്ക് ആണ് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സെൻട്രൽ ബാങ്കിന് പറ്റും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടും കുറച്ചിട്ടും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷോർട്ട് ടേമിലേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്,
ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ഒരു എക്കണോമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങോട്ട് കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ ലോൺ എടുക്കുന്നത് കുറയും. ഓക്കെ, സേവ് ചെയ്യുന്നതോ? ലോൺ എടുക്കുന്നത് കുറയും, സേവ് ചെയ്യുന്നത് കൂടും. കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുവാണ്, അപ്പൊ ഒരുപാട് സേവ് ചെയ്യും. ഇങ്ങോട്ട് ലോൺ എടുത്താലാണ് ഇങ്ങോട്ട് പൈസ വരിക, അതങ്ങോട്ട് കുറഞ്ഞു. ഇനി സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവിങ്സ് കുറയ്ക്കണം. സേവിങ്സ് കൂടി, ഒരുപാട് പൈസ സേവ് ചെയ്യാൻ തുടങ്ങി ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ട് എന്തുണ്ടാവും അറിയോ? മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കൂടുകയും കുറയും ചെയ്യുമ്പോൾ GDP എഫക്ട് ചെയ്യുന്നുള്ള നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങോട്ട് കുറച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറച്ച് കഴിഞ്ഞാൽ, കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് ലോൺ എടുക്കും. ലോൺ എടുക്കുന്നത് കൂടും, സേവ് ചെയ്യുന്നത് കുറയും. കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സേവ് ചെയ്യാൻ നിൽക്കൂല, സേവ് ചെയ്യുന്നത് കുറയും. ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്തായിരിക്കും? ഒരുപാട് ലോൺ എടുത്ത് ഒരുപാട് പൈസ, സേവിങ്സും കുറവ്. അപ്പൊ മണി സപ്ലൈ എന്താണ്? എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യുന്ന മണി സപ്ലൈ കൂടും. അപ്പോൾ ഇത് ഡയറക്ട്ലി മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും കുറച്ചിട്ടും മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് കൺട്രോൾ ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണ്. ഇവിടെ ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന കേസാണ് പറഞ്ഞത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മണി സപ്ലൈ കുറയുന്ന പറയുന്നത്. അടുത്ത് പറയുന്നത് ഈ മോണിറ്ററി പോളിസിയുടെ കുറച്ച് പ്രോബ്ലംസ് പറയുന്നത്. സെൻട്രൽ ബാങ്കും ഗവൺമെന്റും കൂടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് അങ്ങോട്ട് ചെയ്യും. ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു ടൈം ലാഗ് വരും. ഗവൺമെന്റ് ഈ പോളിസി അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്തു, അപ്പൊ തന്നെ അവിടെ റിസൾട്ട് കാണാൻ പറ്റില്ല, ഒരു ടൈം ലാഗ് വരും. ഇത് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ എഫക്റ്റ് ഒക്കെ കാണാൻ ടൈം ലാഗ് വരുന്നുള്ളൂ. ജസ്റ്റ് ഒരു പ്രോബ്ലം. ഇത് ചെയ്ത് അപ്പൊ തന്നെ കാണാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ അടുത്ത് ക്രെഡിറ്റ് കൺട്രോൾ ഇഷ്യൂ. ഇത് ഗ്ലോബൽ എക്കണോമിക് കാരണം കൊണ്ട് ഇവിടെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടൊന്നും പറയുന്നത്, ജസ്റ്റ് സെന്റൻസിൽ പറയുന്നതൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ ഒരുപാട് അൺപ്രഡിക്റ്റബിൾ റിലേഷൻഷിപ്സ് ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ അങ്ങോട്ട് വിചാരിക്കും. ബട്ട് ഒരു റിയാലിറ്റിയിൽ എക്കണോമിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം നമ്മൾ ഇന്നൊരു ഔട്ട്കം കിട്ടാനാണ് ഇത് ചെയ്തത്. ബട്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ആവണം എന്നില്ല. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവും. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിട്ട് അൺപ്രഡിക്റ്റബിൾ ഔട്ട്കംസ് ഉണ്ടാവാം. ഓക്കെ, പിന്നെ നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും കുറയ്ക്കുന്നൊക്കെ ചെയ്യില്ലേ? കൂട്ടും കുറയ്ക്കൊക്കെ മോണിറ്ററി പോളിസിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം? ലോൺ എടുക്കുന്നത് കുറയുന്നില്ല പറയും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ലോണൊന്നും എടുക്കില്ല. ബിസിനസ്സുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറയും. ബിസിനസ്സുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ എന്താണ്? ബിസിനസ് ആക്ടിവിറ്റി ഡള്ളാവല്ലേ? ഇവിടെ കമ്പനീസിന്റെ ഒക്കെ ആക്ടിവിറ്റി ഡള്ളാവും. ബിസിനസ് ആക്ടിവിറ്റി ഡള്ളാവുന്ന സമയത്ത് ആളുകളുടെ പണി നഷ്ടപ്പെടും, ഹയർ അൺഎംപ്ലോയ്മെന്റ് വരും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിന്റെ പുറത്തേക്ക് വേറെ കുറെ കോൺസിക്വൻസ് ഉണ്ടാകും. ഹൈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. ഇനി ഷെയർ പ്രൈസ് കുറയും. കമ്പനീസിന്റെ ഷെയർ പ്രൈസ് ഒക്കെ കുറയും. കാരണം എന്താ? ഈ ബിസിനസ് ഒക്കെ ഡള്ളാവല്ലേ? ബിസിനസിന്റെ പെർഫോമൻസ് കുറയും, പ്രോഫിറ്റ് കുറയും. അങ്ങനെ കുറയുമ്പോൾ ഷെയർ പ്രൈസിനെ എഫക്ട് ചെയ്യും. അങ്ങനെ വേറെ കുറെ ഡാമേജിങ് കോൺസിക്വൻസ് ഉണ്ടാവുന്നുണ്ട്. കൺസ്യൂമർ ഡിമാൻഡ് കുറയും. ഇതിന് ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടുമ്പോൾ ആൾക്കാരുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല, മണി സപ്ലൈ കുറയുമ്പോൾ എന്താ? ആളുകളുടെ അടുത്ത് ഫണ്ടില്ല, അപ്പൊ സ്പെൻഡിങ് കുറയും, ഡിമാൻഡ് കുറയും. അതുകൊണ്ട് തന്നെ കൺസ്യൂമറിന്റെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ് കുറയും. പിന്നെ അതാണ് പിന്നെ വരുന്ന കറൻസിയുടെ വാല്യുവേഷനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടി കഴിഞ്ഞാൽ അത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ, കറൻസീസിന്റെ വാല്യൂസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് ബേസിക്കലി എന്താണ് ഒരു വേഗമായിട്ട് മോണിറ്ററി പോളിസി എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. നമുക്ക് ഒരിക്കലും എക്കണോമിക്സ് അല്ല പഠിക്കാനുള്ളത്. പറഞ്ഞ പോലെ എക്കണോമിക്സ് അല്ല നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് എക്കണോമിക് എൻവയോൺമെന്റ് ബിസിനസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബിസിനസിനെ എഫക്ട് ചെയ്യുന്ന എക്കണോമിക് എൻവയോൺമെന്റിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് മാത്രമേ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ മോണിറ്ററി പോളിസി ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഫിസ്ക്കൽ പോളിസി പഠിക്കാനുണ്ട്, സപ്ലൈ സൈഡ് പോളിസി അത് പഠിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്ത് കാണുക. എന്നൊന്ന് ബാക്കിലേക്ക് ഒന്ന് സീക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, ബൈ.